ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്നൊരു ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. ഇതൊരു റിവേഴ്സലാണോ ഫർദർ ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ചെറിയൊരു സപ്പോർട്ട് ഏരിയ നിന്നാണ് വന്നിട്ടുള്ളത്. ബട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ഡെഡ് കാറ്റ് ബൗൺസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല ഇവിടെ നിന്ന് റിവേഴ്സൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 5 മിനിറ്റ് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു മോർണിംഗിൽ ചെറിയൊരു ബ്രേക്ക് ഡൗൺ പോലെ വന്നിട്ടുണ്ടായിരുന്നു. മോർ ദാൻ 1% ഡൗൺ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഷാർപ്പായിട്ട് ഒരു റിവേഴ്സലായിരുന്നു. ഓൾമോസ്റ്റ് 500 പോയിന്റ്സ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബൗൺസ് ബാക്ക് ആണ് നിഫ്റ്റി തന്നത്. ഇന്നലത്തെ ഡേയിൻ്റെ ഹൈയും കാട്ടി ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. സോ നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കാം. ഡെയിലി ക്യാൻഡിൽ ആകുമ്പോൾ ഇന്നലത്തെ ഡേയിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തില്ല. സോ ഇതൊരു നമുക്ക് ഡെഡ് കാറ്റ് ബൗൺസ് പോലാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സ്മോൾ ക്യാപ്പ് റിവേഴ്സിൽ വന്നു. പക്ഷേ സ്മോൾ ക്യാപ്പ് ഒക്കെ മോർ ദാൻ 2% ഡൗൺ ആയിരുന്നു. സോ ലാസ്റ്റ് ടൈം ഇവിടുന്ന് ഒരു ഈ ഒരു ഏരിയ നിന്നാണ് അവിടെ സപ്പോർട്ട് എടുത്തത്. ആ ഏരിയ തന്നെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് സ്മോൾ ക്യാപ്പ് ഫർദർ എങ്ങോട്ടാണ് ഒരു ഡൗൺ സൈഡ് ടെറിട്ടറിയിലാണ്, ട്രജക്ടറിയിലാണ് സ്റ്റോക്സും സ്മോൾ ക്യാപ്പ് എല്ലാം നിൽക്കുന്നത്. ഓക്കെ, മിഡ് ക്യാപ്പ് നോക്കുമ്പോൾ മിഡ് ക്യാപ്പും അതേപോലെ ഒരു ബൗൺസ് ആയിരുന്നു. മോർ ദാൻ 2% അടുപ്പിച്ച് ഡൗൺ ആയിരുന്നു. ബട്ട് അവിടെ നിന്നൊരു റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബൗൺസ് ബാക്ക് ആയിരുന്നു. 1.22% അപ്സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്സൈഡ് ജസ്റ്റ് ഒരു അപ്സൈഡ് പോയി പിന്നെയും ഫർദർ ഡൗൺ ആയി പിന്നെ അപ്സൈഡ് ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. ബാങ്ക് നിഫ്റ്റി ഒരു സിക്സാക് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നിഫ്റ്റി അത്ര ഒരു പ്രശ്നമില്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റി നല്ലൊരു വോളറ്റൈൽ അപ്സൈഡ് ഒരു സിക്സാക് മൂവ്മെന്റ് ആയിരുന്നു. നമുക്ക് സിൽവർ നോക്കാം. സിൽവർ ചെറുതായിട്ടൊന്ന് ഫോൾ ആയിട്ടുണ്ട്. ചെറിയൊരു ഫോളാണ്. ഡേ ക്യാൻഡിൽ നോക്കാൻ മനസ്സിലാവും. ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് സിൽവർ നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് ഒരു നോൺ ട്രേഡിംഗ് സോണിലാണ് സിൽവർ നിൽക്കുന്നത്. ഗോൾഡ് ആയാലും അങ്ങനെ തന്നെ. ഗോൾഡ് കുറച്ചും കൂടെ നെഗറ്റീവ് ആയിട്ടുണ്ട് ഗോൾഡ്. സോ ഗോൾഡിൽ ഞാനൊരു ട്രേഡ് എടുക്കും. അത് വെയിറ്റ് ചെയ്യാണ് ഫർദർ ഒന്ന് ഇതിനു വേണ്ടി. US ഓയിൽ നോക്കുകയാണെങ്കിൽ US ഓയിൽ ഒരു 4%, 5%, ഒരു 100-ന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ നിന്നൊരു 5% ഡൗൺ ആയിട്ട് ഓൾമോസ്റ്റ് 95 അടുപ്പിച്ച് ട്രേഡ് ചെയ്യാണ്. നമുക്ക് ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവ് ആയിരുന്നു. ബട്ട് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തായിരുന്നു. ഇവിടെ ഒരു ട്രേഡ് എടുത്തായിരുന്നു. ബട്ട് എനിക്ക് ഇവിടെ ട്രേഡ് എടുത്തായിരുന്നു. ബട്ട് അതിന്റെ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ട് അവിടെ നിന്ന് റിവേഴ്സലായി. പിന്നെ രാത്രി ഞാൻ ഇവിടെ എടുക്കാൻ നോക്കിയപ്പോൾ അത് 10:30 വരെയും ക്രോസ് ആയിട്ടില്ല. സോ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നല്ലൊരു മൊമെന്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ആ ട്രേഡ് മിസ്സായിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഫർദർ ട്രേഡ് കിട്ടും. പക്ഷേ ഈ ട്രേഡ് ഇവിടുന്ന് ഞാൻ ഇവിടെ ഒരു ട്രേഡ് ഇതായിരുന്നു എൻ്റെ എൻട്രി പോയിന്റ്. ബട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ബട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ഞാൻ ഇവിടെ ഫർദർ എൻട്രി ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ബട്ട് എനിക്ക് എൻട്രി കിട്ടിയില്ല. ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ഇത് രാത്രി 12:30-ക്ക് ശേഷമാണ്, ഇന്ത്യൻ ടൈം 12:30-ക്ക് ശേഷമാണ് ഇത് ക്രോസ് ആയത്. സോ ആ ടൈമിൽ ഞാൻ വർക്കപ്പ് അല്ലായിരുന്നു. സോ അത് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അത് നല്ലൊരു മൊമെന്റം മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഈ ടെക്നിക്കൽ അനാലിസിസ്. നമുക്കൊന്ന് ഹീറ്റ് മാപ്പും കൂടെ നോക്കാം. 1 സെക്കൻഡ്. ഹീറ്റ് മാപ്പിൽ നിഫ്റ്റി 51.11% അപ്പായിരുന്നു. അതിൽ അൾട്രാ സിമെന്റ്, ഗ്രാസിം, എം&എം മോസ്റ്റ്ലി സ്റ്റോക്സ് ഒക്കെ അപ്പായിരുന്നു. നെഗറ്റീവായ സ്റ്റോക്സ് മാക്സ് ഹെൽത്ത്, BEL, വിപ്രോ, കോളിൻ്റെ ഇതെല്ലാം ഡൗൺ ആയിരുന്നു. അൾട്രാ സിമെന്റ് 4.46 അപ്പായിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുമ്പോൾ അദാനി പവർ, ശ്രീ സിമെന്റ് സ്റ്റോക്സ് അപ്പായിരുന്നു. ഡൗൺ സൈഡ് ഹുണ്ടായി, BPCL, IOCL എല്ലാം ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു.
മിഡ് ക്യാപ്പ് 150 നോക്കുമ്പോൾ പെർസിസ്റ്റന്റ്, പേടിഎം, അപ്പോളോ ടയർസ് ഇതെല്ലാം അപ്സൈഡ് ഉണ്ടായിരുന്നു. കെ പി ഐ ടെക്നോളജീസ് കണ്ടിന്യൂസ് ഡൗൺ സൈഡിനാണ്. FACT, ATGL, IDBI ബാങ്ക് -20% പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് -17% ക്ലോസ് ചെയ്തു. സ്മോൾ ക്യാപ് 250 കൂടെ നോക്കുകയാണെങ്കിൽ ITI, MRPL, ചെന്നൈ പെട്രോളിയം എല്ലാം അപ്സൈഡ് ആയിരുന്നു. തേജസ് നെറ്റ്വർക്കും അപ്സൈഡ് ആയിരുന്നു. തേജസ് നെറ്റ്വർക്ക് ലാസ്റ്റ് വീക്ക് ഐ തിങ്ക് വീക്ക് ബിഫോർ ദാറ്റ് ഒരു 2 days കൊണ്ട് 36% അപ്സൈഡ് മൂവ്മെന്റ് തന്നിട്ടുള്ള സ്റ്റോക്ക് ആയിരുന്നു. അതിന് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു 5G നെറ്റ്വർക്കിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇതുകൊണ്ട് കാണാം. ഡൗൺ സൈഡ് നോക്കാം. മാപ്പ് ഇന്ത്യ, ഗസി, ബന്ധൻ ബാങ്ക് ഇതെല്ലാം ഡൗൺ സൈഡ്. ബന്ധൻ ബാങ്ക് 7.60 ഡൗൺ സൈഡ് ആയിരുന്നു. സോ മെയിൻലി ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുമ്പോൾ ഇറാൻ US വാർ തന്നെയാണ്. ഒരു സീസറിന് ചാൻസ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു രീതിയിൽ പോസിറ്റീവ് ട്രിഗർ ചെയ്യും. അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോകാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.